എനിക്ക് വെളിയിറങ്ങി നടക്കാൻ വയ്യ ബ്രോ. ഭ്രാന്തുണ്ടോന്ന് ചോദിക്കാൻ എൻ്റെ അടുത്ത് എല്ലാവരും. എനിക്ക് ജീവിക്കണ്ടേ ബ്രോ? എൻ്റെ ഫാമിലി ഫംഗ്ഷൻ തന്നെ മാറ്റി നിർത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. സീരിയസ്ലി 100% ബ്രോ. അവിടെയുള്ള ആൾക്കാർക്ക് എന്നെ ഉപയോഗിക്കാൻ അറിയത്തില്ല. അവർക്ക് വേറൊരു സ്ട്രീം, വേറൊരു സ്ട്രാറ്റജി ഓൾറെഡി പ്ലാൻഡ് ആണ്. അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഒരുത്തം വന്ന് അലമ്പാക്കുകയാണ്. കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്ത് ചെയ്യും? തൂക്കി പുറത്ത് കളയും. അതൊരു ചാവ് വീടാണ് ബ്രോ. രാവിലെ തൊട്ട് പുഴുങ്ങിയിരിക്കണം വൈകുന്നേരം വരെ. കണ്ടന്റ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അവിടെ നിന്നൊന്നും വരുന്നില്ല. ഞാൻ ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ ആരുടെ ഈഗോ ആയിരിക്കും ഹേർട്ടായത്? സെലക്ട് ചെയ്തവരാണ്. ഓഫ് കോഴ്സ്. ഹൂസ് ദാറ്റ്? ക്രിയേറ്റേഴ്സ്. ജാസ്മിൻ ഗെയിം കളിച്ചാലും പറയും ഇവൻ പറയില്ല. എല്ലാവരും ഇത് എന്നോട് സ്നേഹമുള്ള ഒരാള്, ഈ ഗ്രൂപ്പിലുള്ള ഒരാള് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാക്കി എനിക്ക് എടുത്ത് അയച്ചു. വളരെ ആത്മാർത്ഥമായിട്ടാണ് മാപ്പ് പറഞ്ഞത്. എന്നിട്ട് സോറി നോട്ട് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ കൂട്ടി എണീറ്റല്ലേ പോയത്. എന്നിട്ട് ലാസ്റ്റ് സാറിന്റെ എപ്പിസോഡ് വന്നിട്ട് എന്താ പറഞ്ഞത്? സോറി അക്സെപ്റ്റ് ചെയ്തതിന് നന്ദി. എന്ത് ജസ്റ്റിസാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇവിടെ എന്ത് ഈക്വാലിറ്റിയാണ് ഉള്ളത്? അടുത്ത എപ്പിസോഡോടെ ഞാൻ നോക്കും. മൈക്കിലാ പറയുന്നത്, ഇതിൽ നിങ്ങൾ ഇതുപോലെയാണ് പരിപാടിയെങ്കിൽ ഈ മൈക്ക് ഇവിടെ ഊരി വെച്ചിട്ട് കപ്പ് ജാസ്മിൻ കൊടുക്കുന്നവർ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ടെലികാസ്റ്റ് ചെയ്യാൻ പറ ധൈര്യം ഉണ്ടെങ്കിൽ. ഈ അവിടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ലെങ്കിലും പ്രേക്ഷകരെ കണ്ടിട്ടില്ലെങ്കിലും പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ആക്ച്വലി ഒരു കാരണം കൂടാതെ പെട്ടെന്ന്? തീർച്ചയായിട്ടും ഒരു സംശയമില്ല ബ്രോ, ഒരു സംശയമില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിയപ്പോൾ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചാണ് കൺഫെഷൻ റൂമിൽ. ദേ ആസ്ക് മീ ടു ഗെറ്റ് ഔട്ട്. താങ്കൾക്ക് പോകാം, മത്സരിക്കാം. അല്ല, എനിക്ക് താങ്കൾക്ക് പോകാം, മത്സരത്തിൽ ശ്രദ്ധിക്കാം. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ആണ് ഈ എങ്ങനെ ഗെയിം കളിക്കുന്നു, നമ്മുടെ സ്ട്രാറ്റജി, ഇതൊന്നുമല്ല റീസൺ. അതൊന്നും വേണമെന്നില്ല. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി എന്നല്ല. ഞാനിപ്പോൾ റോഹനോട് ഒരു കാര്യം പറയാം. റോഹൻ, ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് റോഹൻ, ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവ് ടീം ഉണ്ടാവും, ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ ഉണ്ട് ഈ ഷോയ്ക്ക്. സിബിനാണ് വരുന്നതെന്നറിയാം. സിബിനെ കൃത്യമായി ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരാളാണ് റോഹൻ ആയതുകൊണ്ട് റോഹനെ മുമ്പ് ഇരുത്തിയത്. അപ്പം ഈ ക്രിയേറ്റീവ് ഡയറക്ടറിന്റെ തലച്ചോറിലൂടെ നമ്മൾ രണ്ടുപേരും പോകണം, എന്നാലും ഇവിടെ കണ്ടന്റ് ജനറേറ്റ് ആവും. അവിടെയുള്ള ആൾക്കാർക്ക് എന്നെ ഉപയോഗിക്കാൻ അറിയത്തില്ല. അവർക്ക് വേറൊരു സ്ട്രീം, വേറൊരു സ്ട്രാറ്റജി ഓൾറെഡി പ്ലാൻഡ് ആണ്. അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഒരുത്തം വന്ന് അലമ്പാക്കുകയാണ്. കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്ത് ചെയ്യും? തൂക്കി പുറത്ത് കളയും. സ്ക്രിപ്റ്റഡ് ആണോ? സ്ക്രിപ്റ്റഡ് അല്ല, സിറ്റുവേഷൻസ് ബിൽഡ് ചെയ്യും. അതായത് ദേ ഹാവ് എ നറേറ്റീവ് സൈഡ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന, ഞങ്ങൾ വൈൽഡ് കാർഡ് എൻട്രീസ് വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എന്തായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ? ഞാൻ മനസ്സിലാക്കുന്നത് ജാസ്മിൻ ഗബ്രിയുടെ ഒരു കോംബോ ആയിരുന്നു കൂടുതലായിട്ട് ഹൈലൈറ്റ്. അവിടെ മറ്റ് മത്സരാർത്ഥികളില്ലേ? അവിടെ മറ്റ് കണ്ടന്റുകൾ സംഭവിക്കുന്നില്ലേ? എന്തിനാണ് എപ്പോഴും വാഴത്തോട്ടത്തിൻ്റെ 2 ക്യാമറ മാത്രം ഓണാക്കി വെക്കുന്നത്? വൈ? ബിക്കോസ് ദി ക്രിയേറ്റീവ് ടീം ഡസൻ ഹാവ് എനി അതർ ഐഡിയ. ഈ നറേറ്റീവിൽ പോയാലേ ആൾക്കാർ ചർച്ച ചെയ്യുന്നുള്ളൊരു ഒരു 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 തിങ്കിങ്ങിലാണ് അവർ പോകുന്നത്. നേരെ മറിച്ച് ഞങ്ങൾ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നിട്ട് ഞങ്ങളൊരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എത്രത്തോളം എപ്പിസോഡിൽ വന്നിട്ടുണ്ട് ഞാൻ കണ്ടു. കുറേയൊക്കെ എപ്പിസോഡ് എന്നൊക്കെ എഡിറ്റഡാണ്. ഞങ്ങളുടെ ടീമിൻ്റെ ഡിബേറ്റ് എപ്പിസോഡിലില്ല. ആ ഡിബേറ്റ് ആണ് ചിലപ്പോൾ എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നത് തുടക്കം. അത് എപ്പിസോഡിലില്ല. എന്താ എപ്പിസോഡിൽ ഇടാത്തത്? എന്തായിരിക്കും കാരണം? കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ, അതായത് അതല്ല, അവരുടെ സ്റ്റോറി ലൈൻ നടന്നു പോകണം, അവരുടെ ഒരു പാറ്റേൺ പോകണം. അതിനപ്പുറത്തേക്ക് ഏവം വന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നത് ഇവർക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ, സത്യസന്ധമായി പറയാമല്ലോ. ദേ എക്സ്പെക്റ്റഡ് മീ ടു കുറച്ച് ഫ്ലേർട്ട് ചെയ്യുക, കുറച്ച് പാട്ടൊക്കെ, കുറച്ച് കോഴിത്തരം കാണിക്കുക. അവരുടെ ഭാഷയിൽ കോഴിത്തരമാണ്. അങ്ങനെ പറഞ്ഞൊന്നുമില്ല. ദേ എക്സ്പെക്റ്റഡ് മീ ലൈക്ക് ദാറ്റ്. ബിക്കോസ് സ്റ്റാർട്ട് മ്യൂസിക്കിൽ എനിക്ക് ആ ഒരു ഇമേജാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്, ആ ഒരു പ്രൊഫൈലാണ് ഹോൾഡ് ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഞാൻ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വർത്താനം പറഞ്ഞാൽ ആൾക്കാർ കാണില്ല. ബിക്കോസ് ദേ നീഡ് എന്റർടൈൻമെന്റ്. അവിടെ ഞാൻ വേറൊരു പേഴ്സണാലിറ്റിയാണ് ഹോൾഡ് ചെയ്യുന്നത്. വരുന്ന പെമ്പിള്ളേരെ കമന്റ് അടിക്കുക, പെമ്പിള്ളേരെ നോക്കുന്ന പയ്യന്മാരെ ചീത്ത പറയുക. സോ ഇറ്റ്സ് എ ഡിഫറെന്റ്. അപ്പോൾ ആൾക്കാരെ നോക്കുമ്പോൾ അവൻ കോഴി ആ കോഴി ഇമേജിൽ അത്യാവശ്യം പാട്ടും പാടും ഡാൻസും കളിക്കുക, അവൻ അവിടെ കിടന്നോളും. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടപ്പോൾ ഞാൻ വേറെ കുറച്ച് പരിപാടികൾ അവിടെ ഒപ്പിച്ച്. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ മുഖത്ത് നോക്കി ചോദിക്കും, ആരാണെങ്കിലും ചോദിക്കും. ഒരു ഷോയുടെ ഭാഗമാവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു കടപ്പാടും ഈ ഗ്രാറ്റിറ്റ്യൂഡ് വെക്കുന്ന ഒരാൾ കൂടിയാണ് അല്ലേ. ബിഗ് ബോസ് എന്ന് പറയുന്നത് കുറേ പേര് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വേദിയാണ്. അങ്ങനെ കിട്ടുന്ന ഒരു ചാൻസ് കൂടിയാണ് അല്ലേ. അവിടെ കൃത്യമായിട്ട് അവിടെ ഇപ്പോൾ ഗെയിം പ്ലാൻ ചെയ്യുന്നതാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ നിലനിൽപ്പാണെങ്കിലോ ഈ പ്രഷർ സിറ്റുവേഷൻ ആണെങ്കിലോ കൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ എവിടേക്കോ ഈ കിട്ടുന്നൊരു വേദി അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു അങ്ങനെ ഒരു ലക്ഷ്യം കൂടിയില്ലേ? തീർച്ചയായും അത്തരത്തിലൊരു ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു പോയിരുന്നത്. 100%. കാര്യം ഞാനീ പറഞ്ഞല്ലോ, എൻ്റെ ഈ ഒരു സൈഡ് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ഇപ്പം അത് അറിഞ്ഞില്ലേ? ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറഞ്ഞു, എനിക്ക് എഴുത്ത് ഇഷ്ടമാണ്. അപ്പം എനിക്ക് മറ്റൊരു ആഗ്രഹം കൂടെ ഉണ്ട്. ഞാൻ ഈ പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത്,
19 പേഴ്സണാലിറ്റീസിനെ പരിചയപ്പെടാം, 19 ആൾക്കാരുടെ ബിഹേവിയർ കിട്ടും, അവരുടെ ഞാൻ ഇട്ട് കൊടുക്കാം, ഞാൻ കൊടുക്കുന്ന സിറ്റുവേഷനിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യും. ഇതൊക്കെയായിരുന്നു എൻ്റെ മറ്റൊരു കിക്ക് ഈ ഷോയിൽ പോകാനായിട്ട്. അറ്റ് ദ സെയിം ടൈം എൻ്റെ ടാലൻറ്റ് എനിക്ക് പുറത്ത് കാണിക്കണം. ഇത് രണ്ടും നടന്നു എന്നാണ് ഞാൻ 14 ദിവസം ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ 14 ദിവസവും വൃത്തിയായിട്ട് ഞാൻ പണിയെടുത്തതിനകത്ത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. നമുക്ക് അവിടെ പോകുമ്പോൾ ഇപ്പോൾ മത്സരാർത്ഥി നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ പോയാലും ഏത് ട്രാക്ക് പോകണമെന്ന് എവിടെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കും. ഇപ്പോൾ അഭിഷേക് പുറത്തിറങ്ങി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് പോലെയല്ല എനിക്കൊരു ഇൻട്രോയിലാണെങ്കിലും എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത്, ഞാൻ LGBTQവിനെ റെപ്രസെൻറ്റേറ്റീവ് സംസാരിക്കേണ്ടി വന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു. സിബിൻ അത്തരത്തിൽ എന്തെങ്കിലും അവിടെ വരുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കേണ്ട ട്രാക്ക്, ഈ രീതിക്കാണ് സംസാരിക്കേണ്ടത്, ഈ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അത്തരത്തിലുണ്ടായിരുന്നു? ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ. എനിക്കൊരു നിർദ്ദേശം കിട്ടി, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. കിട്ടിയിരുന്നു, ഒരു ട്രാക്ക് പിടിച്ചോ കൊള്ളായിരിക്കും എന്ന് പറഞ്ഞു, പറ്റൂല എന്ന് പറഞ്ഞു. ഇപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പലപ്പോഴും ഒറിജിനലായിട്ട് നിൽക്കുന്നത് എന്ന് ആണ് അല്ലെ എൻ്റെ അവകാശവാദം, നിൽക്കേണ്ടത് എന്ന് പറയുന്നത് എവിടേക്കോ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രീ പ്ലാൻഡ് ആയിട്ട് പോയിരിക്കുന്ന ഒരു പാറ്റേൺ തുടരാൻ വേണ്ടിയിട്ട് എവിടേക്കോ നമ്മളല്ലാതെ ആവണം, ആവണം ബ്രോ. ഒരു സംശയമില്ല. ഞാൻ ചോദിക്കട്ടെ, അവിടെ പോയി ഒരു വാഗ്വാദം നടക്കുമ്പോൾ നമ്മൾ റിയൽ ലൈഫ് റിയാക്ട് ചെയ്യുന്ന പോലെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്? അല്ല, അവിടെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി കൂടുതലാണ്, ക്യാമറയ്ക്ക് വേണ്ടി. ഇപ്പം ഞാൻ ഇന്നലെ കണ്ട ഒരു എപ്പിസോഡിൽ ഞാനും ജിൻഡോ ചേട്ടനും ജാസ്മിനായിട്ടൊരു ആർഗ്യുമെൻ്റ് കിടക്കുകയാണ്, സോഫയിലിരിക്കുന്ന ഒരു ആർഗ്യുമെൻറ്റ്. ആ ആർഗ്യുമെൻറ്റിന് ശേഷം ഞാൻ കാണുന്ന നോറ അവിടെ ഇരുന്ന് പതഞ്ഞു പോയി. നോർമയുടെ വായിൽ നിന്ന് എന്തൊരു സാധനം വീണത്, എല്ലാവരും കൂടെ അയ്യേ എന്നും പറഞ്ഞ് നോറേനെ ഒതുക്കി. നോറ ഇമ്മീഡിയറ്റ്ലി ചെയ്തത്, ഷി വെൻ ടു ദ ബാത്റൂം. അർജുൻ അവിടെ നിന്ന് ബാത്റൂമിൽ, അർജുൻ എനിക്ക് നിന്നോട് സംസാരിക്കണം. അർജുൻ അവിടെ ഉണ്ടെന്ന് പോലും അവൾക്കറിയില്ല. അവള് ബാത്റൂമിൽ പോയപ്പോൾ അർജുനെ കണ്ടോണ്ട്, അർജുൻ എനിക്ക് നിന്നോട് സംസാരിക്കണം, അർജുൻ വരൂ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചിരുത്തി ഇവളുടെ ഭാഗം ന്യായീകരിക്കുകയാണ്. ആ ന്യായീകരണം ടെലികാസ്റ്റ് വന്നു. ഇതൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ഇവരൊക്കെ. റിയൽ ലൈഫ് ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആര് കാണാനാ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ? സോ ഷി വാസ് വെരി ക്ലിയർ ദാറ്റ് ദർ ഇസ് ക്യാമറ കാണുന്നുണ്ട്, എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ അവിടെ? ഞാനും റിയൽ ലൈഫിൽ ഒരിക്കലും ഗബ്രി എടുത്ത് കയറിയിട്ട് ഒന്നും പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചൂടാവില്ലായിരിക്കാം. ആ ഒരു ഐ നോ ദിസ് ഇസ് ഷോ, ദേ നീഡ് കണ്ടന്റ്. ഇവിടെ കണ്ടന്റ് കൊടുക്കണം, ഫണ്ണാക്കണം. ഇപ്പം അപ്സരേനെയും ശ്രീതുവിനെയും ഞാൻ ഒരിക്കൽ ചെറിയതായിട്ടും തല്ലു പിടിപ്പിച്ചായിരുന്നു, കുത്തിത്തിരിപ്പ്. ഞാൻ കയറുന്നതിന് മുന്നേ പറഞ്ഞു, ലാലേട്ടാ ഞാൻ കുത്തിത്തിരിക്കും. ഞാൻ പറഞ്ഞിരുന്നു, എന്റർടൈൻമെന്റ് അതിൻ്റെ ഇടയിൽ കൂടെ ഇച്ചിരി കുത്തിത്തിരിപ്പും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അത് വൃത്തിയായിട്ട് ചെയ്തു. റിയൽ ലൈഫ് എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടന്റിന്റെ ഭാഗമായിട്ടാണ്. കണ്ടന്റ് ബിക്കോസ് ഞാൻ നോക്കിയപ്പോൾ അവൾ അവിടെ വിഷമിച്ചിരിക്കുന്നത് അപ്സരയാണ്. കാരണം അപ്സര അത് അവൾ വിളിക്കുന്നു, അപ്സര അകത്തോണ് അവൾ ചീത്ത പറയുന്നത്. അതായിരുന്നു എൻ്റെ ആവശ്യം, നടന്ന് വൃത്തിയായിട്ട്. സോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നമ്മൾ. ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറിയ ഒരാളാണ്, ചെന്ന വഴിക്ക് കുറെ മാസ് സംഭവങ്ങളും സ്ക്രീൻ സ്പേസും കൃത്യമായിട്ട് കിട്ടിയ ഒരാളും കൂടിയാണ് അല്ലെ? ആരാണ്? സിബിനെ. ഞാനോ? അങ്ങനെ വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറിയ അല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ, അവിടെ ആദ്യം മുതലേ ഷോയുടെ ഭാഗമായുള്ള ഒരാളാണെങ്കിൽ, ഇത്തരത്തിൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ഒരാൾ അതിന് 100 ദിവസം വരികയും അങ്ങനെ ഒരു കപ്പിലേക്ക് എത്തുകയും ഇതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം അങ്ങനെ അതിൽ പ്രത്യേകിച്ച് ബ്രോ ഇതിലൊരു ജസ്റ്റിസ് ഇൻജസ്റ്റിസ് ഒന്നും ഇല്ല. ഈ ഷോയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇതിൽ വൈൽഡ് കാർഡ് എൻട്രീസ് വരും. അതിപ്പോൾ 50 ദിവസം വേണമെങ്കിൽ വിടാം, 65. അത് ക്രിയേറ്റേഴ്സിന്റെ സോൾ ഡിസ്ക്രിപ്ഷനാണ്. അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഈ 65ാമത്തെ ദിവസത്തിൽ കയറുന്ന ആള് വിജയാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങളുടെ സപ്പോർട്ടാണല്ലോ. അത് വേണോ വേണ്ടയോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ച് വിജയിപ്പിക്കാതിരിക്കുക അവരുടെ ഇഷ്ടമാണ്. 1-ാം ദിവസം കയറിയ ആളെ ജയിപ്പിക്കണോ, 50 ദിവസം കയറിയ ആളെ ജയിപ്പിക്കണം എന്നുള്ളത്. ആ ഷോയുടെ പാറ്റേൺ പോലെ തന്നെയല്ലേ ഒരു പക്ഷേ ഈ കിട്ടുന്ന പ്രഷറും അല്ലെങ്കിൽ അവരെ ഏതൊക്കെ രീതിയിലേക്ക് കരുനീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതും നേരത്തെ. അതെ, ഇത് ഈ സീസണിൽ മാത്രമല്ല മുൻ സീസണിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇത് സീസൺ 6 എത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ 100 ദിവസം എത്തിയവരും അല്ലെങ്കിൽ ആ ഒരു ഫൈനലിസ്റ്റ് ആയിട്ട് 5 പേര് എത്തിയവരും അതിലൊരാൾ വിന്നർ ആയതും ഇവരൊക്കെ ഇത്തരം സ്റ്റേജസിനെ ഓവർകം ചെയ്ത് സർവൈവ് ചെയ്ത് പോകുന്നവരാണ് അല്ലെ? അതെ. എങ്കിൽ അത് ആ ഒരു ഷോയുടെ പാറ്റേൺ അല്ലേ? അതെ. അപ്പൊ അതിനെങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? ഞാൻ എവിടെ കുറ്റപ്പെടുത്തിയ? ഇത്തരം രീതികൾ അല്ലെങ്കിൽ പലപ്പോഴും അതോടെ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ എതിർത്ത് പറയാതെ അല്ലെങ്കിൽ മീൻസ് അതിനെ പുറത്ത് കാണിക്കാതെ നിന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ പാറ്റേണിനെ കുറിച്ച് സംസാരിക്കും. അല്ല, ഞാൻ പറയാം, എല്ലാ ഷോയ്ക്കും ഒരു ഫേവറേറ്റ് ഉണ്ടാവും. ആർക്കാണ് ഫേവറേറ്റ്? കണ്ടസ്റ്റൻസ് ഫേവറേറ്റ്, ജഡ്ജ് ഓഡിയൻസ് ഫേവറേറ്റ് അല്ല. ക്രിയേറ്റേഴ്സിന് ഒരു ഫേവറേറ്റ് ഉണ്ടാവും. അവരുടെ ഫേവറേറ്റേഴ്സിന് ഉള്ള പരിപാടി അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്രിയേറ്റീവ് ഹെഡിന് ഇന്ന ആളെ വെച്ച് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റും. അപ്പോൾ അയാൾ ഡെഫിനറ്റ്ലി ഫേവർ ചെയ്യും. ആ ഫേവറിൻ്റെ ഭാഗമായിട്ട് അയാൾ ഫൈനലിലെത്താം. ഇപ്പോൾ കഴിഞ്ഞ സീസൺ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. കഴിഞ്ഞ സീസണിൽ നടന്ന കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. അഖിലേട്ടൻ പറഞ്ഞ ഒരു കാര്യം വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. അഖിൽ മാരാർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ശോഭ വിശ്വനാഥ് വരണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരാളും. കണ്ടന്റ് ചിരിക്കുന്നു റോഹൻ.
അല്ല ഞാനേ ആ പ്രസന്റേഷൻ കണ്ട് നോക്കിയതാ, കണ്ണു പോകുന്ന കണ്ടിട്ട്. ആ അപ്പൊ രണ്ടുപേര് ഉം. ഇവർ രണ്ടുപേരും തമ്മിലായിരുന്നു ഫൈറ്റ്. ഉം. ഈ ക്രിയേറ്റേഴ്സ് തമ്മിൽ അടിയായിരുന്നു. ഉം. അതിൽ അഖിൽ മാരാറിനെ ചേർത്ത് നിർത്തിയ ക്രിയേറ്റർ ജയിച്ചു. Okay. അറ്റ് ദ സെയിം ടൈം അഖിൽ മാരാർ വാസ് എൻ എക്സലന്റ് പെർഫോമർ. ഉം. ഇയാൾക്ക് അഖിൽ മാരാറിന്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. വർത്തമാനം പറഞ്ഞാണെങ്കിലും ഉം. പെർഫോമൻസ് ബേസ് ആണെങ്കിലും ടാസ്കിലാണെങ്കിലും ഉം. ഈ എക്സ്യൂബർ ചെയ്തു. ഉം. അറ്റ് ദ സെയിം ടൈം അപ്പുറത്ത് നിന്ന് സപ്പോർട്ടും വന്നു. ഉം. എഡിറ്റിൽ ഇത് കളയാൻ പറ്റൂല, അഖിൽ മാരാറിന്റെ കണ്ടന്റ് പോയാൽ പറ്റുമെന്ന് കട്ടക്ക് നിന്ന എന്ത് ചെയ്യും? ഒരാൾ അങ്ങനെ ഇടിച്ചു നിൽക്കാൻ വേണ്ടേ? അങ്ങനെ ഇടിച്ചു നിന്നു, അഖിലേട്ടൻ വിന്നറായി. സിമ്പിൾ. അതല്ല അഖിലേട്ടൻ്റെ കണ്ടന്റ് ഒക്കെ വെട്ടി ദൂരെ കളഞ്ഞെങ്കിൽ നിങ്ങൾ അഖിൽ മാരാർ ആരാണെന്ന് അറിയോ? ഇല്ല അങ്ങനെ സ്വയം താല്പര്യങ്ങളുണ്ട് അവിടെ സംരക്ഷിച്ചു. ബ്രോ. അതാ ഞാൻ പറയുന്നത്, ക്രിയേറ്റേഴ്സിന്റെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അവർക്ക് ഇന്ന ആൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇതിനെ ആരെങ്കിലും പിടിച്ച് ഈ ക്രിയേറ്റീവ് ഹെഡായിട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ എന്താണെന്ന് ബ്രോയ്ക്ക് അറിയാവോ? ഞാൻ കുറ്റം പറയുന്നില്ല, എൻ്റെ സുഹൃത്താണ് ഇപ്പോഴത്തെ ക്രിയേറ്റീവ് ഹെഡ് കേട്ടോ. വാട്ട് ഇസ് യുവർ എക്സ്പീരിയൻസ് ഇൻ ബിഗ് ബോസ്? ചോദ്യം ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ വരെ ചെയ്തിരുന്ന എത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം ഈ സീസണിൽ ഇല്ല. അതിൻ്റെ എഫക്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ചാവ് വീടാണ് ബ്രോ. രാവിലെ തൊട്ട് പുഴുങ്ങിയിരിക്കണം വൈകുന്നേരം വരെ. നമ്മൾ കണ്ടന്റ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അവിടെ നിന്നൊന്നും വരുന്നില്ല. ഇപ്പം സാബു ചേട്ടനും ശ്വേത മേനൻ ജി അകത്ത് കയറി. എന്താ സാബു ചേട്ടനൊക്കെ ഇങ്ങനെയാണോ? എങ്കിൽ പലപ്പോഴും എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇതുവരെ ഒരു പക്ഷേ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതിൻ്റെ അവതാരകൻ തന്നെ പറയണേ ഏറ്റവും മോശം സീസൺ ആയിരുന്നു എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായത്തെ പറയേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ശരിക്കും ഇത് കണ്ടസ്റ്റൻസിന് മാത്രമാണോ, അതിൻ്റെ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കോ അതിൻ്റെ സംഘാടകർക്കോ അതിൻ്റെ ഡയറക്ടേഴ്സിനോ അവരോട് ഇതിൻ്റെ ഭാഗമല്ലേ എന്ന് തോന്നുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഇപ്പം ലാൽ സാറിനെ കൊണ്ട് നിങ്ങളുടെ മോശം സീസൺ ആണ് എന്ന് പറയിപ്പിക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം ആ ക്യാമറയുടെ പുറകെ ഇരിക്കുന്നവരടുത്തും പറയണം ഇത് മോശം സീസൺ ആയിപ്പോയി, എന്തോന്നാണ് നീയൊക്കെ ഉണ്ടാക്കി വിടുന്നത് ചോദിക്കണം. ഓഫ് കോഴ്സ്. കാര്യം നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് റെസിപ്രിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾ അത് എന്തിനു ഇവരെ എടുക്കാം? ഞാൻ അവിടെ ഒരു പരാമർശം നടത്തിയത് എന്നെ എഴുപ്പിച്ചേർത്തതിനെ ഇൻസൾട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞു ഇവിടെ ക്വാളിറ്റി ഇല്ലാത്ത കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട്, ഇവരെയൊക്കെ പുറത്താക്കിയിട്ട് വേണം നമുക്ക് ഗെയിം കളിക്കാൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ എന്നെ തന്നെ ഷോയിൽ ലാൽ സാറിനെ കൊണ്ട് താങ്കൾക്ക് ക്വാളിറ്റി ഉള്ളൂ ഇപ്പോൾ അത് ഞാൻ പറഞ്ഞു സാർ അത് ഞാനല്ല തീരുമാനിക്കേണ്ട ഇന്ന ആളാണ്. എന്നിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്ത് ഒരു 10-20 ചോദ്യങ്ങൾ ചോദിച്ച് ബാക്ക് ഫെയർ ചെയ്ത് വീണ്ടും എൻ്റെ അടുത്തെത്തി ഇപ്പോൾ താങ്കൾക്ക് ക്വാളിറ്റി ഉണ്ടോ? സാർ ഇപ്പം ഇങ്ങനെ പറഞ്ഞു വെച്ചാണെങ്കിൽ എനിക്ക് ക്വാളിറ്റി ഇല്ല. അപ്പം എന്നെ കൊണ്ട് തന്നെ ക്വാളിറ്റി ഇല്ലാത്തവനെന്ന് പറയിപ്പിച്ചു. ഇത് ആരുടെ ഈഗോ ആണ് ഹേർട്ടായത്? ഞാൻ ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ ആരുടെ ഈഗോ ആയിരിക്കും ഹേർട്ടായത്? സെലക്ട് ചെയ്തവരെയാണ്. ഓഫ് കോഴ്സ്. ഹൂസ് ദാറ്റ്? ക്രിയേറ്റേഴ്സ്. ആ ക്രിയേറ്റേഴ്സ് തന്നെയാണ് സിബിനും സെലക്ട് ചെയ്തത് കേട്ടോ. എന്തിനാ സെലക്ട് ചെയ്തേ? ഇതിനല്ലായിരുന്നു, കോഴിത്തരം കാണിക്കാനായിരുന്നു. എടുത്തു പറയുകയും ചെയ്തു. നടക്കൂല. ഇനി എപ്പോഴാണ് ഈ തുറന്നു പറച്ചിലിനൊക്കെ ഒരു സമയം വരിക? ഞാൻ പറഞ്ഞല്ലോ ഷോ കഴിയട്ടെ. ഷോ കഴിഞ്ഞിട്ട് എല്ലാം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ഐ ഡിമാൻഡ് ഐ ഡിമാൻഡ് ആൻ ആൻസർ. ഞാനൊരു ഉത്തരം. എനിക്ക് എല്ലാം ഞാൻ കരഞ്ഞു, ഞാൻ പുറത്തു പോകണമെന്ന് പറഞ്ഞു, ഞാൻ അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ കരഞ്ഞു, ഞാൻ വാശി പിടിച്ചിട്ടാണ് ഇവരെന്നെ പുറത്ത് വിട്ടത്. ഇവരെന്തൊക്കെ ഞാൻ അവിടെ ഭ്രാന്തനായിരുന്നു എന്നിവർ പറഞ്ഞോട്ടെ. ഞാൻ ഭ്രാന്തനാണ്, സമ്മതിച്ചു. നിങ്ങൾ വീഡിയോസ് എഡിറ്റ് ചെയ്ത് എന്നെ ഭ്രാന്തനാണ്, എനിക്ക് ഭ്രാന്തുണ്ട്, എല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇവരെന്തിനും എനിക്ക് മരുന്ന് തന്നു? എൻ്റെ ചോദ്യം ഇതാണ്. ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് എൻ്റെ, അല്ലേ? എന്ത് മരുന്നാണ് എനിക്ക് കഴിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് എൻ്റെ. എന്തിനാണ് നിങ്ങൾ എനിക്ക് മരുന്ന് തന്നത്? എന്നെ പ്രോപ്പറായിട്ടൊരു ഡോക്ടർ വന്ന് കണ്ടിട്ടില്ല, ഒരു സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ എന്നെ കണ്ടിട്ടില്ല. EVP ഇരിക്കുന്നത് ചെന്നൈയുടെ ഔട്ടറിലാണ്. അവിടെ മൊബൈൽ നെറ്റ്വർക്ക് പോലും പ്രോപ്പറായിട്ടില്ല. അവിടെ വാട്സാപ്പ് വീഡിയോ കോളിൽ എന്നെ വിളിച്ച 3 പ്രാവശ്യം കോൾ ഡ്രോപ്പായി. ആ ഡ്രോപ്പിലിരുന്നിട്ടാണ് അയാൾ എനിക്ക് സ്കീസോഫ്രീനിയാണെന്ന് കണ്ടുപിടിച്ചത്. നിങ്ങൾ എന്താ ചെയ്യുന്നത് എൻ്റെ മോൾ ടീം? ഐ ജസ്റ്റ് ഡോണ്ട് നോ വാട്ട് യു പ്ലേയിങ് വിത്ത് ഹ്യൂമൻസ് മൈൻഡ്. എനിക്ക് വെളിയിറങ്ങി നടക്കാൻ വയ്യ ബ്രോ. ഭ്രാന്തുണ്ടോയെന്ന് ചോദിക്കുക എൻ്റെ അടുത്ത് എല്ലാവരും. ഞാനിപ്പം ഒരു ലൈവ് വീഡിയോയിൽ വന്നിട്ട് എൻ്റെ ഗസ്റ്റർ ഇപ്പോൾ ബ്രോ ശ്രദ്ധിച്ചില്ലേ, ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന ഒരാളാണ് പണ്ടും. പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ അവന് വട്ടാണെന്ന് പറയാം ആൾക്കാർ. എനിക്കൊരു ലൈഫ് രീതികൾ തന്നെയായിരുന്നു മുമ്പ്. ഇതൊക്കെ തന്നെയാണ് ഞാൻ പണ്ടും കാണിച്ചോണ്ടിരുന്നത്. എനിക്ക് ജീവിക്കണ്ടേ ബ്രോ? എൻ്റെ ഫാമിലി ഫംഗ്ഷൻ തന്നെ മാറ്റി നിർത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. സീരിയസ്ലി 100% ബ്രോ. അവനെന്തോ മെൻ്റൽ പ്രഷർ ഉണ്ടെന്ന് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന കമൻസ് മാറ്റിയിട്ട് സിബിൻ വരണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ ബ്രോ? എന്ത് ക്രൂരതയാണ്. ഞാൻ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയി. കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ആ ബില്ലിലിരിക്കുന്ന ചേച്ചി എൻ്റെ അടുത്ത് ഇപ്പം എങ്ങനെയുണ്ട് മോനെ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ചേച്ചി 11 വർഷം മുമ്പ് ആംബ്രോസിയിൽ ക്യാഷിലിരുന്ന ചേച്ചിയല്ലെന്ന് ചോദിച്ചു. അതെ ചേച്ചി, എനിക്ക് വല്ല പ്രശ്നമുണ്ടോ ചേച്ചി? ഇല്ല.
ഇങ്ങനെ ഞാൻ എത്ര പേരുടെ വാമൂടി കിട്ടും റോഹൻ, ബിക്കോസ് ഓഫ് ദിസ് ഷോ. സൈബർ ബുള്ളിങ് ഐ ക്യാൻ എക്സ്പെക്ട് ഇറ്റ്. എന്താ ഞാൻ അതിനകത്ത് തോന്നിയ ദിവസം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത പറ. ഞാൻ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തോ, ഞാൻ മെയിൻ ഷോ ലിസ്റ്റാണ്. യു ഡു ദാറ്റ്, ബട്ട് ഡോണ്ട് പ്ലേ വിത്ത് മൈ മെന്റൽ ഹെൽത്ത് ബ്രോ. പ്രാന്തൊന്നും ഇപ്പോഴും ഭീഷണിപ്പെടുത്തും. അത് പറഞ്ഞിട്ടാ നിന്റെ വീഡിയോ വെളി വിടും. നീ വിട്, എനിക്കൊരു പുല്ലുമില്ല. അവർ അത്തരത്തിൽ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുണ്ടെങ്കിൽ എന്ത് വീഡിയോ ആണ് അവർ ഉദ്ദേശിക്കുന്നത്? അത്തരത്തിൽ ബ്രോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എണീറ്റ് നിന്ന് നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ എണീറ്റ് ഇപ്പൊ ബ്രോ റോഹൻ ദേഷ്യം വരുമ്പോൾ റോഹൻ ഒരു ബിഹേവിയർ ഉണ്ടാവും, വിഷമിക്കുമ്പോൾ ഒരു ബിഹേവിയർ ഉണ്ടാവും. റോഹന് വട്ടാണെന്നുള്ളൊരു ഒരു പ്രിയ ആയിട്ട് ഞാൻ ഓൾറെഡി പറയാണ് റോഹന് വട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാനത് കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനിക്ക് അങ്ങനെ തോന്നും. ഞാൻ അസ്വസ്ഥനായിട്ടുണ്ട്. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതായപ്പോൾ ഞാൻ ആ കഥകൾ ഇടിച്ചിട്ടുണ്ട്. ഞാൻ അസ്വസ്ഥനായതുകൊണ്ടാണ്. അതിൻ്റെ പേരിൽ എന്നെ ഭ്രാന്തനാക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല. ഞാൻ പറയാണ്, ഇന്ത്യ മഹാരാജൻ ലോകത്തുള്ള ഏറ്റവും വലിയ സൈക്യാട്രിസ്റ്റിന് മുമ്പിൽ വന്നിരുന്ന ഏത് ടെസ്റ്റും ഞാൻ നേരിടുന്നവരാണ്. എനിക്ക് ഭ്രാന്തുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഡൺ, ദാറ്റ്സ് ഇറ്റ്, യു ഡു ദാറ്റ്. അല്ലാതെ എന്നെ എങ്ങനെ ചിത്രീകരിക്കാൻ സമ്മതിക്കില്ല. യെസ്, എന്തായാലും നമുക്കൊരു സെഗ്മെന്റിലോട്ട് പോവാം. പറയാതെ വയ്യ. ഞാൻ ചില സ്റ്റേറ്റ്മെന്റ്സ് പറയും, അതിൽ സിബിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ അതിനോടുള്ള മറുപടി എന്താണെന്നുള്ളതാണ് അറിയണ്ടേ. ഓക്കെ റെഡി? പോവാം. സിബിൻ ബിഗ് ബോസിന് പറ്റിയൊരു മത്സരാർത്ഥി അല്ലായിരുന്നു. ശരിയാണ്. ഇത് തിരുത്തിയതാണോ പിന്നീട്? ഇല്ല, അല്ല, പോകുന്നതിന് മുമ്പേ അല്ല, പോകുന്നതിന് മുന്നേ എനിക്ക് ഇപ്പം ഇറങ്ങി വന്നതിന് ശേഷം. ബിക്കോസ് അന്ന് ലാൽ സാറിന്റെ ഫയറിംഗ് ഒക്കെ കണ്ടിട്ട് പിടിച്ച് നിൽക്കണമായിരുന്നു. മാനം ഇടിഞ്ഞു, ആകാശം ഇടിഞ്ഞു വീണാലും പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോരുത്. സോ ഐ എം നോട്ട് എ ബിഗ് ബോസ് മെറ്റീരിയൽ. അല്ല. യെസ്, ബിഗ് ബോസ് മലയാളത്തിന്റെ ഈ സീസൺ ഒരു മത്സരാർത്ഥിയിലേക്ക് ഒതുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് സിബിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത്. ശരിയാണ്. കാരണം എന്നെ ഒഴിവാക്കിയതിനു ശേഷം വീണ്ടും ഫോക്കസ് അവിടെ തന്നെ തിരിച്ചു പോയില്ലേ. നിങ്ങൾ നോക്കുക, ഷോ തുടങ്ങിയപ്പോൾ എവിടെയായിരുന്നു? ആരിലായിരുന്നു? ഞാൻ വന്നപ്പോൾ എവിടെയായിരുന്നു? ആൾക്കാർ ആരെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി? ഞാൻ പോയതിനു ശേഷം വീണ്ടും ഇപ്പോൾ എവിടെ പോയി? ഈ ഇറങ്ങിയതിന് ശേഷം എവിടേക്കോ സംസാരത്തിലേ ഇത് ആൾക്കുള്ള പ്രൊമോഷനായിട്ട് പോകുന്നു എന്നുള്ളത് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളെ കാര്യം എൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും ആ കുട്ടിയെ കുറിച്ച് ചോദിക്കുന്നത്. ആരും എൻ്റെ അടുത്ത് വേറെ. ഞാൻ ചോദിക്കട്ടെ ബ്രോ, ഞങ്ങൾ തമ്മിലുള്ള വാഗ്വാദത്തിലോ സംഭാഷണത്തിലോ എവിടെയെങ്കിലും ഞാൻ ആ കുട്ടീനെ ഞാൻ പറയണം, ആ കുട്ടീനെ പോയി അങ്ങോട്ട് അടിച്ചിട്ടില്ല, ആ കുട്ടി ഇരിക്കുന്നിടത്ത് ഞാൻ ശല്യം ചെയ്തിട്ടില്ല. പിന്നെ ഇവർ പറഞ്ഞു ജാസ്മിൻ സൂപ്പറാണ്, പേര് പറഞ്ഞു വീണ്ടും സൂപ്പറാണ്, വണ്ടർഫുൾ. ആയിക്കോട്ടെ, അതിനിപ്പോൾ എനിക്കെന്താ? സിമ്പിൾ, എനിക്കൊന്നുമില്ല. എൻ്റെ ലീഗൊന്നും അല്ല അത്. അങ്ങനെ ഒരു ടാർഗറ്റ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗബ്രി പുറത്തു പോയത്? അപ്പോൾ എന്താ സംഭവിച്ചത്? ഗബ്രി പുറത്തു പോയപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണുണ്ടായത്, അല്ലേ? കൂട്ടം കൂടി കളിക്കുന്നു എന്നുള്ളൊരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു, മാറി. അത് മാറ്റാൻ ബോധപൂർവം വോട്ടൊക്കെ ജെന്യൂനാണ്. ബട്ട് എന്നിരുന്നാലും പവർ റൂമിൽ നിന്ന് വലിച്ചിറങ്ങിയത് എവറിത്തിങ് ഇറ്റ്സ് പ്ലാൻ ബ്രോ. ഡെഫിനറ്റ്ലി ഓഫ് കോഴ്സ് അത് അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇമേജ് അതിനുശേഷമാണ് ബ്രോ PR സ്ട്രോങ് ആയത്. ഇതുവരെയും PR അല്ല ജാസ്മിൻ ഇത്രയും. ഗബ്രി പുറത്തുനിന്നതിന് ശേഷം PR ഹിറ്റായി. ഈ PR ടീം ഒരേ സമയം ഇതിന്റെ പ്രൊമോഷൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴും, വീഡിയോസ് ആണെങ്കിലും ഡിജിറ്റൽ മീഡിയയിൽ ചെയ്യുമ്പോഴും, ഈ പ്രൊമോഷന്റെ ഒപ്പം തന്നെ അപ്പുറത്തുള്ള സഹമത്സരാർത്ഥികളെ കൃത്യമായിട്ട് സൈബർ അറ്റാക്ക് കൂടി ചെയ്യുന്നു. ഞാൻ റോഹന് മറ്റൊരു വീഡിയോ പ്ലേ ചെയ്ത് തരാം. എന്നോട് സ്നേഹമുള്ള ഏതോ ഒരാള് ഈ പറയുന്ന ഈ PR ടീമിന്റെ ഗ്രൂപ്പിലുള്ള ഒരാള് എന്താ പറയാ, അവിടെ നിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നാണ്. ഞാൻ പറഞ്ഞ ഇപ്പം റോഹൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ശരിവെക്കുന്ന ഒരു കാര്യം വീഡിയോ ആണ്. അതായത് ഈ വീഡിയോയിൽ ഇത് ജാസ്മിൻ ജാഫർ വാരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ അഡ്മിൻസിന് മാത്രം മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പിൽ എൻ്റെയും പൂജയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ജാസ്മിനെ കുറിച്ച് ഒരു ചെറിയ പരാമർശം നടത്തി. ആ പരാമർശത്തിന്റെ മേളിൽ വന്ന ആ കുട്ടിയുടെ ഒരു ഓഡിയോ ആണ്. ഇവന് കുറച്ച് എത്ര നന്നായിട്ട് ജാസ്മിൻ ഗെയിം കളിച്ചാലും പറയും ഇവൻ പറയില്ല എല്ലാവരും. ഇത് എന്നോട് സ്നേഹമുള്ള ഒരാള്, ഈ ഗ്രൂപ്പിലുള്ള ഒരാള് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാക്കി എനിക്ക് എടുത്ത് അയച്ചു. ആ ഗ്രൂപ്പിലുള്ള ആളായിരിക്കണമല്ലോ ഫോർ ഷുവർ. എന്നിട്ട് അവിടെ വീണ്ടും അവർ പറയുന്നുണ്ട് അവന് കൊടുക്കാം. ഞാൻ മെസ്സേജ് അയച്ചു, ഞാൻ മെസ്സേജ് വീണ്ടും ചോദിക്കുകയാണ് നെഗറ്റീവ് ആണോ, സിബിൻ ഇങ്ങനെയാണ്, സിബിൻ മറ്റവനാണ്, ഇങ്ങനെ കമന്റ് ഇടൂ എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണിത്. ആ സ്നേഹമുള്ള ആൾ എനിക്ക് ഇത് അയച്ചു തന്നു. ഈ PR ടീമാണ് അതിന്റെ ഈ ആർമി ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. ശരിക്കും എവിടെയാണ് ഈ സൈബർ അറ്റാക്കിനെ ലീഡ് ചെയ്യുന്നത്? ആരാ? PR ടീം ബ്രോ. PR ടീം കാശ് കൊടുക്കും. കോളേജ് ചിലർക്ക് നമ്മളിപ്പം എനിക്കിപ്പോൾ ഇതിൽ എന്നെ ബുള്ളി ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ മകനെ വളരെ മോശമായിട്ട് പരാമർശിച്ച ഒരാൾ, ഇയാളെ ഞാൻ അന്വേഷിച്ച് പോയപ്പം ഇവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ചേട്ടാ പൈസ ഒന്നും ഇടാൻ പറഞ്ഞു, സോറി ചേട്ടാ എന്നാണ് പറയുന്നത് ചെക്കൻ. അവനെ നമ്മൾ എന്ത് പറയാനാടാ, ശരിടാ പോടാ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് ആരാ പൈസ തന്നെ ഇന്ന ആള്, അവനെ നമ്മൾ എന്ത് ചെയ്യും? അത് അവൻ്റെ ജോലിയാണ്. അവന് കാശ് കിട്ടിയവൻ പണിയെടുക്കുന്നു. സോ അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോയല്ലോ.
ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഒരു ഗെയിം ചേഞ്ചർ ആകാൻ ഇന്റൻഷ്യലി പോയ ഒരാളാണ് സിബിൻ. 100% ആണ്. ആണ്. എന്നിട്ട് അത് പൂർണ്ണമായിട്ട് നീതി പുലർത്താൻ പറ്റുമോ? ഗെയിം ചേഞ്ച് ചെയ്തു, ഉം. അവർക്ക് വേണ്ട രീതിയിൽ ചേഞ്ച് ആവാത്തതുകൊണ്ട് പുറത്തു വരേണ്ടി വന്നു, പുറത്താക്കി. പുറത്താക്കി. സോ ബിഗ് ബോസ് വീടിനകത്ത് അറിയാതെ റിവീൽ ചെയ്യപ്പെട്ട സിബിന്റെ ഭീരുത്വമാണ് പുറത്തെത്തിയ ശേഷം ഇത്ര സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കാൻ നിർബന്ധിതനായത്. ബ്രോ, ഞാൻ ഭീരുത്വം എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ ഞാൻ എനിക്ക് പേടിയുണ്ട്. ഓക്കെ എനിക്ക് അവിടെ നടന്നൊന്നിനും പേടിയില്ല. ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയതാണ്. അതായത് ഞാനല്ലാത്ത ഒരാളുടെ ഇവന്മാർ എന്തിനു വെളിയിൽ കാണിക്കുന്നു, എന്താ ഇവന്മാർ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു തോട്ട് എനിക്ക് പോയി. ഈ പറയുന്ന ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി എന്തിനു എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കണം? ഇത് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയത്, ഭീരുത്വമല്ല. ആ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരോടും ചെയ്യുന്നുണ്ടാവില്ലേ? അപ്പോൾ ഉറപ്പായിട്ടും അത് ചോദ്യം ചെയ്യുന്ന എത്ര പേരുണ്ട്. ഇപ്പം അഭിഷേക് ജയദേവ് വെളി വന്നിട്ട് പറഞ്ഞില്ലേ, ഞാനും ജാസ്മിനായിട്ടുള്ളൊരു കോൺവെർസേഷൻ അവർ കാണിച്ചില്ല, ബിഗ് ബോസ് ഇടപെട്ടിട്ട് നിർത്താൻ പറഞ്ഞു, സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് ഇടപെടുന്നത്? അങ്ങനെ ഒരു സംരക്ഷിത താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ്? അതെനിക്കറിയില്ല ബ്രോ. അത് പല ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ജാസ്മിനോടും അല്ലെങ്കിൽ ഈ പറയുന്ന ബെനിഫിറ്റ് കൊടുക്കുന്നവരോട് തന്നെ ചോദിക്കണം, എന്താണ് നിങ്ങളുടെ ബെനിഫിറ്റ്. ബാക്കിയുള്ള അതേ കണ്ടസ്റ്റൻസിന് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ ടാർഗറ്റ് വരുന്നു എന്നുള്ള സംസാരം അവിടെ ബ്രോ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ ഉണ്ടായി. ഒരു കൂട്ടമായി ലാൽ സാറിന്റെ എപ്പിസോഡിന് ശേഷം ഒരു കൂട്ടമായി. ഞാൻ പറഞ്ഞതാണ്, ലാൽ സാറിന്റെ എപ്പിസോഡിൽ ലാൽ സാർ എന്നെ അനാവശ്യമായിട്ടാണ് ചീത്ത പറഞ്ഞത്. അതായത് ഞാൻ റോസ്റ്റിംഗ് ഒന്നും പറയില്ല, ഒരു ഇൻസൾട്ടിങ് എന്ന് പറയും. ഇൻസൾട്ട് ചെയ്തതിന് ശേഷം ആ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത എപ്പിസോഡോടെ ഞാൻ നോക്കും, മൈക്കിലാണ് പറയുന്നത്, ഇതിൽ നിങ്ങൾ ഇതുപോലെയാണ് പരിപാടിയെങ്കിൽ ഈ മൈക്ക് ഇവിടെ ഊരി വെച്ചിട്ട് കപ്പ് ജാസ്മിന് കൊടുക്കുന്ന പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടെലികാസ്റ്റ് ഞാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പം അത് ശരി വെച്ച് എൻ്റെ കൂടെ കുറച്ച് കണ്ടസ്റ്റൻസ് എൻ്റെ കൂടെ നിന്നു. അപ്പോഴേക്കും എന്നെ കൺഫെഷൻ റൂമിൽ അവർ വിളിച്ച് എന്നോട് സംസാരിക്കാൻ തുടങ്ങി, എന്നെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. കൺവിൻസ് ചെയ്യാണോ ചെയ്തത് അതോ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കണോ? കൺവിൻസ് ചെയ്തു. സിബിൻ അങ്ങനെയല്ല, സിബിൻ ഇങ്ങനെയാണ്, സിബിൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണൽ, ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ എന്നെ വെളിയിൽ പോർട്രേ ചെയ്ത വേറെ രീതിയിലാണ്, സിബിൻ അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇത് മത്സരത്തിൻ്റെ സ്വഭാവമാണ്, നിങ്ങളിൽ ഉറങ്ങി കിടക്കുന്ന മത്സരാർത്ഥി ഉണർത്താൻ വേണ്ടി ചെയ്തതാണ്. ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാം അവിടെ? ഞാനവിടെ 14 ദിവസം ചെയ്തതിൽ കൂടുതൽ എന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടോ വീട്ടിൽ? ഇല്ല, എന്താ ചെയ്യാ? ഈ കൺഫെഷൻ റൂമിൽ മുമ്പ് പുറത്ത് കൊടുത്തിരിക്കുന്ന പോർട്രേറ്റ് ചെയ്ത് വേറെ രീതിയിലാണെന്നുള്ളത് അകത്തിരുന്നിട്ട് എങ്ങനെ സിബിന് മനസ്സിലാവുന്നത്? അല്ല, ഞാൻ ബ്രോ എഡിറ്റഡ്, ഇപ്പം ബ്രോ നേരത്തെ കാണിച്ച പോലെ എൻ്റെ അറ്റം തുമ്പ് വെട്ടിയിട്ട് ഒരു സാധനം കാണിക്കൂലേ. ഇപ്പം നീ പോയി ജാസ്മിനോട് പറയണം, അല്ലെങ്കിൽ നീ പോയി റസ്മിനോട് പറയണം ഇന്നതാണെന്ന് പറയുന്നത്. അപ്പം റസ്മിനോടെന്നുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നീ പോയി പറയണം എന്ന് പറയുന്നത് ആരുടെ പേരിൽ വേണോ വെച്ച് തലയെ വെച്ച് കൊടുക്കാം. അങ്ങനെയാണ് അവിടെ ഒരു ഇൻസിഡൻറ്റ് അവർ ജനറേറ്റ് ചെയ്തത്. ജിൻഡോയുടെ കേസ്, ജിൻഡോ കാലയെ വാരി തറയടിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായില്ലേ, അത് അവരങ്ങനെ പോർട്രേ ചെയ്തതാ. ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ജിൻഡോനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. സോ ദേ വെർ പോർട്രേയിങ് മീ ആസ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ, ഒരു വില്ലൻ, ഒരു വില്ലനിസം. ഞാൻ എന്താ ആംഗ്യമാണ് കാണിച്ചതെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഒരു ക്യാമറയിലും ഇല്ല, ബ്രോ. എന്തിനാണ് സോറി പറഞ്ഞത്? എനിക്കറിയാം ഞാൻ കാണിച്ചു എന്ന്. അത് ഞാൻ അയാളുടെ മുഖത്ത് പോയിട്ട് ഇങ്ങനെ അല്ല കാണിച്ചത്, ഒരാളുടെ മുഖത്ത് പോയി ഇങ്ങനെയല്ല കാണിച്ചത്. നമ്മൾ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യില്ലേ, ഞാനത് ചെയ്തു, ആ കുട്ടി എൻ്റെ മുഖത്ത് നോക്കിയിരുന്നു, അതുകൊണ്ട് ആ കുട്ടി കണ്ടില്ലെങ്കിൽ കാണില്ലായിരുന്നു. കണ്ടു എന്ന് മനസ്സിലാണ്ട് എനിക്ക് തർക്കിക്കാൻ തോന്നിയില്ല, ഞാൻ മാപ്പ് പറഞ്ഞു, സിമ്പിൾ. എന്തിനാണ് അവിടെ ഈഗോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ കണ്ടത് അവൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാപ്പ് പറഞ്ഞു, വളരെ ആത്മാർത്ഥമായിട്ടാണ് മാപ്പ് പറഞ്ഞത്. എന്നിട്ട് സോറി നോട്ട് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ കുട്ടി എണീറ്റല്ലേ പോയെ. എന്നിട്ട് ലാൽ സാറിൻ്റെ എപ്പിസോഡിൽ വന്നിട്ട് എന്താ പറഞ്ഞത്? സോറി അക്സെപ്റ്റ് ചെയ്തതിന് നന്ദി. എന്ത് ജസ്റ്റിസാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇവിടെ എന്ത് ഈക്വാലിറ്റിയാണ് ഉള്ളത്? എമിലി ടീച്ചർ മുഖത്ത് നോക്കിയിട്ട് കാണിച്ചിട്ടില്ല അർജുൻ? ചോദ്യം ചെയ്തു എവിടെയെങ്കിലും? എന്ത് ഈക്വാലിറ്റിയാണ് ഉള്ളത്? എന്ത് ജസ്റ്റിസാണ് ഉള്ളത് ഇവിടെ? ഈ ഈക്വാലിറ്റിനെ കുറിച്ച് പറയുമ്പോഴും ഈ സമത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് കുറെ കൂടെ അനുകൂലം സ്ത്രീപക്ഷത്തോടാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ബ്രോ, അങ്ങനെയൊന്നുമില്ല. വിമൻകാർഡ് ഭയങ്കര ഈസിയാണ് കളിക്കാൻ. ഒരു സ്ത്രീയോട് നീ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എളുപ്പമാണ് ആ പരിപാടി പിടിക്കാൻ ഭയങ്കര. അതുകൊണ്ട് എളുപ്പത്തിൻ്റെ കൂടെ പോകണമാണ്. ഇക്വാലിറ്റി അല്ല, നമ്മൾ അങ്ങനെ സംസാരിക്കുന്നതിലൂടെ ഈക്വാലിറ്റി അല്ല ചെയ്യുന്നത്, സൂപ്പർമിസിയാണ് ചെയ്യുന്നത്. ഈക്വലായിട്ട് നിൽക്കണം. അതിപ്പോൾ ഫിസിക്കൽ ഗെയിം വരുമ്പോൾ ഞാൻ അവളെ പിടിച്ച് തള്ളിയാൽ അവൾ എന്നെ പിടിച്ച് തള്ളിയാൽ ഇറ്റ്സ് ഈക്വൽ. തള്ളി അത് പെണ്ണാണിനെ തള്ളി, ആണ് പെണ്ണിനെ തള്ളി, ഒരു കണ്ടസ്റ്റൻറ്റ് മറ്റൊരു കണ്ടസ്റ്റൻറ്റ് തള്ളി. അവിടെ പിന്നെ വിമൻ കാർഡ് പിടിക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരാളുടെ ഫിസിക്കൽ ബുദ്ധിമുട്ടിനെ പോലും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തിപ്പം നമുക്ക് ആർത്തവമില്ലാത്ത നമ്മുടെ പ്രശ്നമാണോ? അല്ല ബ്രോ, എനിക്ക് എൻ്റെതായ ഫിസിക്കൽ ബുദ്ധിമുട്ട് വരും.
അതിനൊരിക്കലും നമ്മളൊരു കാർഡായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ ഈ ആർത്തവത്തിൻ്റെ കാര്യം പറയാൻ കാരണം, നോറ ഒരു ദിവസം ആർത്തവത്തെക്കുറിച്ച് ആ വീട്ടിൽ സംസാരിച്ചു. എപ്പിസോഡ് ഉണ്ടത്. ജാസ്മിന് ആർത്തവമായതുകൊണ്ടല്ലേ ജിൻഡോ ഇത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒരു മനുഷ്യന്, അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാൻ പറ്റും ഒരാൾക്ക്. സോ ഷീ ഈസ് ആക്ച്വലി യൂസിങ് ദ വുമൻ കാർഡ് അല്ലേ, അവളാണ് അവിടെ വിമൻ കാർഡ് യൂസ് ചെയ്തത്. അതുപോലെ ഞങ്ങൾ ഡെൻ റൂമിൽ ഈ പറഞ്ഞ ജാസ്മിനെ പൂട്ടിയിട്ടപ്പോൾ എനിക്ക് ആർത്തവം ആയാൽ നിങ്ങളിത് തുറക്കുവോ, മുൻകൂട്ടി അറിഞ്ഞു. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അത് വിമൻ കാർഡ് പ്ലേ ചെയ്യുന്നതല്ലേ? അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര മൂന്നാംകിട കളിയല്ലേ ബ്രോ. നിങ്ങളാണോ ഈക്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത്? സീസൺ 1 സ്ത്രീകളുണ്ടായിരുന്നു, സീസൺ 2 സ്ത്രീകളുണ്ടായിരുന്നു, സീസൺ 3, 4 ഇവരാരെങ്കിലും ഇങ്ങനെ മിണ്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും? ഇല്ല. ദാറ്റ്സ് ക്വാളിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻസ് അതാണ്. ബിക്കോസ് ഞങ്ങളുടെ ഫൈറ്റ് നിന്റെ ചിന്താഗതിയോടാണ്, നിന്റെ തത്വങ്ങളോടാണ്, നിന്റെ ഗെയിമിനോടാണ്, അല്ലാതെ നിന്റെ ഫിസിക്കാലിറ്റിനെയോ നിന്റെ ഈ പറയുന്ന കുറവുകളെയോ അതിന് വെച്ചിട്ടല്ല ഞങ്ങൾ ഗെയിം കളിക്കുന്നത്. ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസ് അതാ ചെയ്യുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ക്വാളിറ്റി ഇല്ലായ്മ. ഇത് പലപ്പോഴും ഈ ഇത്രയും സീസണുകൾ കഴിഞ്ഞിട്ട് ഈ സീസണിലേക്ക് എത്തുമ്പോൾ ഇത്രയും ഈ പ്രശ്നങ്ങളും വിവാദങ്ങളും തുറന്നു പറച്ചിലും ഉണ്ടാവുന്നത് എവിടേക്കോ പുറത്ത് നടക്കുന്ന ചർച്ചകൾ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ ഈ പുറത്തിറങ്ങുന്ന മത്സരാർത്ഥികൾ ഇതിന് മുമ്പുള്ള സീസണിൽ ഇതുവരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല? ബ്രോ, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വെച്ച ഞാനാണെന്ന് ഞാൻ പറയട്ടോ. ഞാൻ വരുന്നത് വരെ ഇങ്ങനെ എൻ്റെ ഒരു പ്രസ്താവന എന്നെ പറഞ്ഞു വിട്ടാണെന്ന് ഞാൻ പറയുന്നത് വരെ ഈ ഒരു ചർച്ച നടന്നിട്ടില്ല ഒരിടത്തും. എന്നിട്ടാണ് പല പെൺകുട്ടികൾ വരെ വന്ന് പറയാൻ തുടങ്ങിയത് പല കാര്യങ്ങളും. ഈ പലപ്പോഴും ഈ അവതാരകനായിട്ട് ലാലേട്ടൻ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വീക്കിലി സംസാരിക്കുന്ന സമയത്ത് എവിടേക്കോ ഈ എപ്പിസോഡ് കാണാത്തതും അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ബോധമില്ലാത്തതും എവിടേക്കോ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ലാൽ സാറ്, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ തന്നെ ലാൽ സാർ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ അദ്ദേഹം ഇതിനെ ഒരു ജോലിയായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട്. ഇത് ഞാൻ സിനിമകൾ ചെയ്യുന്ന പോലെ ഇതെൻ്റെ ഒരു ജോലിയാണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് ഞാൻ ചെയ്യുന്നു. അദ്ദേഹം ഒരു ആക്ടർ എന്നുള്ളൊരു മോഡിലാണ് ഈ പരിധി അറ്റൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ജസ്റ്റിസ് ചെയ്യുന്നുണ്ടത്. കാര്യം ഡയറക്ടർ, ഹീസ് ഓൾവേസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. എല്ലാ സംവിധായകന്മാരും പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ ആക്ടറാണ്. അപ്പോൾ ആ ഷോയുടെ ഡയറക്ടറിന് വേണ്ടിയിട്ട് കൃത്യമായി പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നു. ദാറ്റ്സ് ഹീസ് ഡൂയിങ് ഹിസ് ബെസ്റ്റ്. അല്ലാതെ ലാൽ സാറിന് ഇതിനൊക്കെ എന്ത് പേഴ്സണൽ ഗെയിനാണുള്ളത്? ഒരു ഗെയിനും ഇല്ല. സോ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പോലോ, അഖിൽ മാരാർ പോലെ ഒരാളുടെ പിന്തുണ മനഃപൂർവ്വം സിബിൻ തിരഞ്ഞെടുക്കുകയായിരുന്നു? അല്ല. പിന്നെ ഇത്ര അധികം കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ അവിടെ പുറത്തിറങ്ങിയവരുണ്ടായിട്ടും അദ്ദേഹത്തോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു? അദ്ദേഹമാണ് ഞാൻ പറഞ്ഞത്. എന്നെ മെസ്സേജ് അയച്ചിട്ട് വേറെ ആരും എന്നോട് വേറെ ചോദിച്ചു. ഷിജു ചേട്ടൻ ചോദിച്ചു. ഷിജു എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ അഖിലേണ്ട സീസൺ. ഷിജു ചേട്ടൻ എന്നോട് ചോദിച്ചു. എന്നെ നമ്മുടെ സാബു ചേട്ടൻ വിളിച്ചിരുന്നു, എന്നെ നോബി അണ്ണൻ വിളിച്ചു, പോളി ഫിറോസ് വിളിച്ചു. ഇവരൊക്കെ വിളിച്ചതിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു, കൃത്യമായ കാര്യങ്ങൾ. ഇൻഫാക്ട് ഇൻഡയറക്ട്ലി ഐ ഷുഡ്ന്റ് ടെൽ ഹർ നെയിം എനിവേസ് വിളിച്ചിരുന്നു തന്നെ. ഇവരൊക്കെ ചോദിച്ചു. ശ്വേതമേനൻ വിളിച്ചിട്ടോ, ശ്വേതമേനൻ വിളിച്ചെന്നെ. ശ്വേത മേനൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പറിന്ന് വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചു. ഐ വാണ്ട് ടു നോ വാട്ട് ഹാപ്പൻ ടു യു മോനെ ടെൽ മീ എന്ന് പറഞ്ഞിട്ട് ഷീ ഓൾസോ കോൾഡ് മീ. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പേര് വിഷയങ്ങളെ പറ്റി അറിഞ്ഞിട്ടും അഖിൽ മാരാർ മാത്രം ഇതിനെ കുറിച്ചിട്ട്, പ്രത്യേകിച്ച് ഒരു സീസണിന്റെ വിന്നർ കൂടിയാണ്, ഈ പറഞ്ഞൊരു ഗ്രാറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ മറ്റതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ തുറന്നു പറയാൻ തയ്യാറായത് എന്തുകൊണ്ടായിരിക്കും? പുള്ളിയുടെ നേച്ചർ അതാണ്. ഞാൻ പുള്ളിനെ കുറിച്ച് മുമ്പത്തെ കാര്യം, പുള്ളി നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ സംസാരിച്ച് പുറത്തായ ഒരാളാണ്. കുറ്റം കണ്ട അയാൾ പറയും, എൻ്റെ പേര് അവർ പുറത്താക്കി. രണ്ടാമത് പുള്ളി ഒരു ഷോപ്പിംഗ് മാളിൻ്റെ മാനേജറായിട്ട് എന്തോ ജോലി ചെയ്തിരുന്നു, നടത്തിപ്പുകാരനായിരുന്നു, അതിനെതിരെയും സംസാരിച്ച് എൻ്റെ പേര് പുള്ളി പുറത്താക്കി. സോ പുള്ളി റിയാക്ട് ചെയ്യുന്ന ആളാണ്, പുള്ളിയുടെ നേച്ചറാണ്. പുള്ളി കുറച്ചുകൂടെ പൊളിറ്റിക്സ്, രാഷ്ട്രീയം പ്രവർത്തനം, പൊതുപ്രവർത്തനമൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പം റിയാക്ട് ചെയ്യുന്ന ആളായിരിക്കും. ബാക്കി ആർക്കും റിയാക്ട് ചെയ്യാൻ തോന്നിയില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ സാബു ചേട്ടൻ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. സാബു ചേട്ടൻ്റെ ഒരു ന്യൂസ് 18 ഒരു ചർച്ച അത് സാബു ചേട്ടനല്ല. സാബു ചേട്ടൻ അങ്ങനെയല്ല സംസാരിക്കുന്നത്. എന്തുകൊണ്ട് സാബു ചേട്ടൻ അങ്ങനെ ആയെന്ന് എനിക്ക് മനസ്സിലായത് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാബു ചേട്ടൻ ഹൗസിൽ കയറി. അപ്പോൾ എന്തായിരിക്കും ഇവർ സംസാരിക്കാത്തത്? പേടിയാണോ? ഈ അഖിൽ മാരാർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് സാബു ചേട്ടൻ സംസാരിച്ച വിഷയങ്ങൾ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ വിഷയമാവുന്നുള്ളത്. ആ സംസാരിച്ച ആൾ തന്നെ ബിഗ് ബോസ് അകത്തോട്ട് വീണ്ടും എൻ്റർ ചെയ്യുന്നു. എൻ്റെ അടുത്ത് ഉണ്ടായത് തന്നെ ബ്രോ, എൻ്റെ അടുത്ത് വിളിച്ചതൊക്കെ തന്നെയാണ് പറഞ്ഞത് ആദ്യം. ആണ് പിന്നെ സാബു ചേട്ടൻ തിരിച്ച് ചോദിച്ചോ സാബു ചേട്ടൻ ഇറങ്ങിയ സമയത്ത്? എന്തിനാണ്? ഇല്ല. സാബു ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിലയുള്ള ഒരു ചേട്ടനാണ്. എന്ന് വെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് ധൈര്യമായിട്ട് സാബു ചേട്ടനെ വിളിക്കാം. ആ മൂഡായിരുന്നു എനിക്ക്. എനിക്കെന്നെ അറിഞ്ഞുകൂടെങ്കിൽ പോലും അയാൾ റിയാക്ട് ചെയ്യാൻ, അയാൾ ഇടപെടും.